എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഐഷുവിൻ്റെ കല്യാണമാണ്. ഐഷു എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ഞാൻ നാട്ടിലുള്ള വിവരം ഐഷുവിന് അറിയില്ല. അപ്പോൾ കല്യാണത്തിന് ഞാൻ ചെല്ലുമെന്നും അവൾക്കറിയില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ സർപ്രൈസ് അവൾക്ക് കൊടുക്കാം. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു, ചോറും കറിയും എല്ലാം റെഡിയായി. ഇനി നമുക്ക് റെഡിയാകാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. മേക്കപ്പ് വിത്ത് സിമ്പിൾ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കുളിച്ച് ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുടിയൊന്ന് മുകളിലോട്ട് കെട്ടി വയ്ക്കാം. നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും തന്നെ മുടിയിലാവണ്ട. അപ്പോൾ നമ്മൾ കെട്ടി വെച്ചതിന് ശേഷം നമുക്കൊരു സീറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സീറം ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ സീറമാണ് എൻ്റെ കയ്യിലുള്ളത്. ലൂമി സ്മൂത്ത് AHA സീറമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ സീറം അപ്ലൈ ചെയ്തു. ഈ സീറം അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നന്നായി മസാജ് ചെയ്ത് റൊട്ടേഷണൽ മൂവ് ചെയ്ത് നമ്മൾ സീറം നന്നായി മുഖത്ത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ മുഖത്ത് എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും അത് കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ കഴുത്ത് 2 ഷെയ്ഡായിട്ട്, കഴുത്തും ഫേസും തമ്മിലുള്ള 2 ഷെയ്ഡായിട്ട് കാണിക്കും. സീറം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ പെർഫെക്റ്റ് റേഡിയൻസ് ഡേ ക്രീമാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ അത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും മുഖത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്ത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാലും അതിന് മുമ്പായി മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ മേക്കപ്പ് അധികം ഉപയോഗിക്കുന്ന ഒരാളല്ല. ഞാൻ ഈ സിമ്പിൾ മേക്കപ്പ് തന്നെയാണ് ഓഫീസിലും എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി ബ്രഷ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ബ്രഷ് ഉപയോഗിക്കാറുമില്ല. എനിക്ക് കൈ തന്നെയാണ് കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ നന്നായി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒക്കെ അധികം മേക്കപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഇതിന് ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഒരു BB ക്രീം ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ BB ക്രീമിന് പകരം ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ ഇതുവരെ ഈ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഓൾവേസ് ഈ ഒരു BB ക്രീം തന്നെയാണ് ഉപയോഗിക്കാറ്. ഇതിന് പ്രത്യേകിച്ച് നമ്പറും കാര്യങ്ങളൊന്നുമില്ല. സോ ഇറ്റ്സ് BB ക്രീം. പോൺസിൻ്റെ ഒരു BB ക്രീമാണിത്. അപ്പോൾ എല്ലായിടത്തും കണ്ണിൻ്റെ താഴെയും നെറ്റി, കഴുത്ത് എല്ലാ ഭാഗങ്ങളിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ BB ക്രീം. ഒരു ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ BB ക്രീം. ഒരു നാച്ചുറൽ ഗ്ലോയും ഒരു ഫൗണ്ടേഷൻ എഫക്റ്റും ഒക്കെ തരുന്ന ഒരു പ്രോഡക്റ്റാണ് BB ക്രീം. നമ്മൾ വിരലുകൾ വെച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. BB ക്രീം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരു ഒരു ഫൗണ്ടേഷൻ എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ലിപ് ബാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് സുഡിയോന്ന് വാങ്ങിച്ച ചെറി എന്ന് പറയുന്ന ഒരു ലിപ് ബാമാണ്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ബാക്കി മേക്കപ്പ് പ്രോഡക്റ്റ്സ് നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു കോമ്പാക്റ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കോമ്പാക്റ്റ് പൗഡറിന് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് മെബലിൻ ന്യൂയോർക്ക് ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് എന്ന് പറഞ്ഞ ഒരു കോമ്പാക്റ്റ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കോമ്പാക്റ്റ് പൗഡർ എടുത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഒന്ന് കയ്യിൽ ഡാപ്പ് ചെയ്തതിന് ശേഷം പതിയെ നമുക്ക് ഫേസിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഒരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്ലഷും ഐ ഷാഡോ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനിയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്, കണ്ണെഴുതുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഐബ്രോ ഒന്ന് ചെറുതായിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏതോ ഒരു ഐബ്രോ പെൻസിൽ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐ ലൈനർ വരച്ചു കൊടുക്കാം. ഐ ലൈനർ ഞാൻ എടുത്തിരിക്കുന്നത് മെബലിൻ്റെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വശമുള്ള ഒരു കാര്യമല്ല ഐ ലൈനർ എഴുതുക എന്നുള്ളത്. ബട്ട് സംഹൗ ഐ മാനേജ്ഡ് എന്ന് വേണം പറയാൻ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ, നല്ല വിടർന്ന കണ്ണുകളൊക്കെയുള്ള കുട്ടികൾ നല്ല നീട്ടി വാലിട്ട് കണ്ണെഴുതിക്കൊണ്ട് വരുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ കണ്ണെഴുതി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പൊട്ട് കുത്തി കൊടുക്കാം. ദാ പൊട്ട് കുത്തിയിട്ടുണ്ട്. ഞാനിന്ന് സാരിയാണ് എടുക്കുന്നത്. അപ്പോൾ സാരിയുടെ കൂടെ ഒരു ജുംക്കയാണ്, ഒരു ക്രീം കളർ പോലുള്ള ഒരു ജുംക്കയാണ് ഇടുന്നത്. അപ്പോൾ ജുംക്ക കൂടി ഇട്ടിട്ട് നമുക്ക് സാരി ഉടുത്തിട്ട് വന്ന് ബാക്കി മേക്കപ്പ് കണ്ടിന്യൂ ചെയ്യാം. എന്നോട് അമ്മ എപ്പോഴും പറയും എനിക്ക് വെസ്റ്റേൺ ലുക്കിനേക്കാളും എപ്പോഴും ചേരുന്നത് ട്രഡീഷണൽ ലുക്ക് തന്നെയാണെന്ന്. അത് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും വെസ്റ്റേൺ ലുക്ക് അതൊരു വേറെ ലുക്കാണ്, പക്ഷേ ട്രഡീഷണൽ അട്ടയറിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഭംഗി തോന്നിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ സാരി. ഒരു കോപ്പർ റെഡ് മിക്സർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് കോംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു നെക്ലെസ്, ഒരു നെക്ക് പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു നെക്ക് പീസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പൂ വെക്കണമെന്ന് വിചാരിച്ചു എങ്കിലും ഞാൻ മറന്നുപോയി മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു ഓപ്പൺ ഹെയർ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുടി ഡ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ഇത് ലാക്മേയുടെ MR8 ചെറി ചിക്ക് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണിത്. ഇതൊരു ക്ലാസി ലുക്ക് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പം ഞാൻ കരുതി കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്ത് ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ ഇത് നൈക്കയുടെ സൈറൺസ് കിസ് എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് സൈറൺസ് കിസ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടപ്പോൾ നമുക്ക് സാരിയുമായിട്ട് ഏകദേശം മാച്ച് ആവുന്നുണ്ട് എന്ന് തോന്നി. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ മേക്കപ്പും കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എപ്പോഴും ഹെയർ കോംബ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം, എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഞാൻ എത്ര കോംബ് ചെയ്താലും എൻ്റെ മുടി ഇങ്ങനെ കിടക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു ബ്ലാക്ക് സാൻഡൽസ് ഇടുന്നുണ്ട്, ബാങ്കിൾസ് ഗോൾഡൻ കളറിൻ്റെ
കുറച്ച് ബാംഗിൾസ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐഷു അറിഞ്ഞില്ല, ഐഷുവിൻ്റെ സർപ്രൈസ് ആയിരുന്നു അത്. ഷി വാസ് സർപ്രൈസ്ഡ്. എൻ്റെ ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ കുട്ടിക്ക് കൊടുക്കട്ടെ. നല്ലൊരു മാരീഡ് ലൈഫ് അവൾക്ക് നേരെയാണ്. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് സദ്യ കഴിച്ച് നമ്മൾ ഐഷുവിനെ യാത്രയാക്കിയാണ്. ഒരു നല്ല വിവാഹ ജീവിതത്തിലേക്ക് അവൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അവൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ അവളെ യാത്രയാക്കിയതിന് ശേഷം ഈ ഐഷുവും ഞാനും തമ്മിൽ ഉത്സവപ്പറമ്പിലെ ഒരു കണക്ഷനാണ്. ഞാൻ അവളെ ആദ്യമായി കാണുന്നത് നമ്മുടെ ഉത്സവപ്പറമ്പിൽ വെച്ചിട്ടാണ്. ഇളവൂർ ഉത്സവം നടക്കുമ്പോൾ ആ പറമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷമുള്ള എല്ലാ ഉത്സവവും ഞങ്ങൾ ഒരുമിച്ചാണ് തകർത്ത് ആഘോഷിച്ചിട്ടുള്ളത്. അങ്ങനെ ഐഷുവിന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് അവളെ യാത്രയാക്കി ഞാനും അമ്മുവും കൂടെ പതിയെ അവിടെ നിന്ന് നടന്ന് കൈകോർത്ത് പിടിച്ച് റോട്ടിലൂടെ നടന്നു. കൂട്ടിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആയപ്പോൾ ആഹാ, ഡാൻസൊക്കെ കളിച്ച് കൈയൊക്കെ വീശി ഞങ്ങളിങ്ങനെ പതിയെ കുറേ ഫോട്ടോസും റീൽസും എല്ലാം എടുത്ത് നടന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.